അസ്സലാമു അലൈക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ആ സ്വഹാബി അസുഖം മൂലം പള്ളിയിലേക്ക് വരുന്നില്ല. വീട്ടിലേക്ക് പോയപ്പോൾ ആ സ്വഹാബി പറഞ്ഞത്, എനിക്ക് പള്ളിയിലേക്ക് വരുവാനുള്ള ആരോഗ്യമില്ല, വലിയ പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ട്. ശരി, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുടെ ചെവിയിൽ ഒരായത്ത് പറഞ്ഞു കൊടുത്തു. ആ ആയത്ത് കേട്ട ഉടനെ സജീവമായി എല്ലാ വക്തിലും ഏത് പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ആ സ്വഹാബി പള്ളിയിൽ സജീവമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സ്വഹാബി പള്ളിയിലേക്ക് ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് വരാനുള്ള ഒരു കാരണമുണ്ട് പ്രവാചകരെ. ഞാൻ അയാളുടെ ചെവിയിൽ ഒരായത്ത് പറഞ്ഞു കൊടുത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇബ്നു അബ്ബാസേ റളിയല്ലാഹു അൻഹു, ഏതാണ് ആയത്ത്? സൂറത്ത് മുഅ്മിനൂനിലെ, അതായത് വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായത്തിലെ 115-ാമത്തെ ആയത്താണത്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബതാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ നമ്മിലേക്ക് മടങ്ങുകയില്ലെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ ആയത്താണ് ഞാൻ അയാളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തത് പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം.